സുഹൃത്തുക്കളെ ഇപ്പൊ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഈ നറുക്കെടുപ്പിന്റെ ഒരു വിഷയമുണ്ട്. അപ്പൊ ഇതിന് എങ്ങനെ ഇപ്പൊ നമ്മള് ഇത് എടുക്കാൻ പറ്റുക, അങ്ങനെ പല ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഇതിൽ പേരും കാര്യമൊന്നും ഇല്ല കേട്ടോ. എന്റെ പേര് എഴുതിയാണ് ഞാൻ ഷീറ്റ് ഇതിൽ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചുതരാം. അപ്പോ നമ്മളെ പേര് ഇതിൽ സുഹൃത്തുക്കളെ, ഇതിൽ ഒരു ഷീറ്റിലും ഞാൻ പേര് എഴുതിയിട്ടില്ല. ഒറ്റ ഷീറ്റിൽ മാത്രം പേര് എഴുതിയാണ്ട് ഞാൻ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് എടുക്കുന്നതും അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നൊക്കെയല്ല നമ്മൾ ഇതിൽ കാണിക്കണം കേട്ടോ. പിന്നെ ഇത്തരം ഇത് ചെയ്യുമ്പോൾ എന്ത് വേണം വെച്ചാൽ ആദ്യം ഫുള്ള് കാലിയാക്കിയതിൻ്റെ ശേഷമാണ് നറുക്ക് അതിലേക്ക് കൊണ്ടുവന്ന് ചേരേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടികളൊക്കെ അതിൽ നടക്കും. കണ്ടങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതിയത് ഞാൻ നിർത്തുക. അതിൽ വേറെ ഒന്നിലും പേരില്ല. എൻ്റെ പേര് എഴുതിയ ഒരൊറ്റ ഷീറ്റ് മാത്രമേ ഉള്ളൂ എഴുതുക. അത് ആ കൂട്ടത്തിൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ എത്ര ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. എന്താ സത്യം എന്നില്ല നമുക്കറിയാൻ പറ്റില്ല. അതൊക്കെ പിന്നീട് അന്വേഷണത്തിലൂടെയൊക്കെ കണ്ടെത്തേണ്ടി വരും. പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. കണ്ടങ്ങൾ ഇതുപോലെ അതിൻ്റെ ഉള്ളത് ഒരു സ്റ്റിക്കർ അപ്പുറം വെച്ചാൽ ഇതിലുള്ള കുടുക്കിയിട്ടാണ്ട് ഇതേപോലെ എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാണ് നമ്മൾ. ഇത്തരം ഈ രീതിയിൽ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതുപോലെ കാലിയാക്കിയിട്ട ഇതിലേക്കാണ് സാധനം ഈ നറുക്കെടുപ്പ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇടേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും. ഇതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്